ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഒരു 65 വാട്ടിൻ്റെ ഒരു പവർ ബാങ്ക് നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, ലാപ്ടോപ്പുകൾ ഇപ്പോൾ ചാർജ് ചെയ്യാൻ ഇപ്പോൾ എല്ലാവരും പവർ ബാങ്ക് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. മാക്ബുക്ക് ആയിക്കോട്ടെ, വിൻഡോസ് ലാപ്ടോപ്പ് ആയിക്കോട്ടെ. നിങ്ങൾക്ക് ഇപ്പോൾ 65 വാട്ടിൻ്റെ ടൈപ്പ് സി പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. മിക്ക എല്ലാ ലാപ്ടോപ്പുകളും നമുക്ക് എക്സെപ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ഒഴിച്ച് നമുക്ക് എല്ലാ സാധനങ്ങളും ചാർജ് ചെയ്യാൻ പറ്റും ടൈപ്പ് സി പോർട്ട് വെച്ചിട്ട് തന്നെ. അപ്പോൾ നമുക്ക് 65 വാട്ടിൻ്റെ കുറേ ആംബ്രൈൻ്റെയും അങ്ങനെ കുറേ കൂതറ സാധനങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ ആംബ്രൈൻ തീരെ റെക്കമെൻഡ് ചെയ്യാറില്ല. ചാനലിൽ കുറേ ആംബ്രൈൻ്റെ പവർ ബാങ്കുകളുണ്ട്. മാക്സിമം ഒരു 6 മാസം അത് കഴിഞ്ഞാൽ മര വേറെ കഴിഞ്ഞാൽ പഠിച്ചു പോകും. പിന്നെ തല്ലിപ്പൊളി സാധനം എന്ന് പറഞ്ഞാൽ തനി ലോക്കൽ സാധനങ്ങൾ വേണമെങ്കിൽ പറയാൻ പറയട്ടെ. കുറേ എപ്പോഴും കൊടുക്കുന്നുണ്ട്. ആകെ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു പഴയ ഒരു സാധനം തരുന്നു. അത് മാത്രമാണ് അവർ കുറച്ച് കാലമായിട്ട് വർക്ക് ചെയ്യുന്നത്. ബാക്കി എല്ലാം ഇപ്പോൾ ലേറ്റസ്റ്റ് വാങ്ങിച്ച 20,000 mAh പോലും 3 മാസം 4 മാസമായിട്ട് അടിച്ചു പോയി സാധനം. 10 പൈസക്ക് വെറുതെ ക്യാഷ് വേസ്റ്റാണ്. ആ സാധനം പോയി വാങ്ങിക്കില്ല കേട്ടാ. പിന്നെയും കുറച്ച് ഭേദമുള്ള കുറച്ച് ബ്രാൻഡ് എന്ന് പറയുന്നത് സ്റ്റഫ് കൂളാണ്. സ്റ്റഫ് കൂളിനും ഇവർക്ക് വാറന്റി ഒക്കെ ഭയങ്കര മോശം. ഞാനിപ്പോൾ സ്റ്റഫ് കൂൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മളിതിന് മുമ്പും പരിചയപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ നാളെ കാണിച്ചു തരാം. ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അഗേരോന്റെ. ഇതും കിടിലൻ സാധനം ഒന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു ബഡ്ജറ്റ് കാറ്റഗറിയിൽ 65 വാട്ടിന്റെ പവർ ബാങ്ക് വേണമെന്നുണ്ടെങ്കിൽ 20,000 mAh വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനം നമുക്ക് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത്. അഗേരോ സോണിക് പവർ ബാങ്ക് 20,000 ഒരു ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. നമുക്ക് വാട്ടേജ് കാണില്ല, പക്ഷേ വോൾട്ടേജും ആംബിയറൊക്കെ കാണാൻ പറ്റും. പവർ നമുക്ക് എന്താ പറയുക 65 വാട്ടിന്റെ ചാർജിങ് ഉണ്ട്. ഇൻബിൽഡായിട്ട് കേബിൾ വരുന്നുണ്ട്, ടൈപ്പ് സിം വരുന്നുണ്ട്, ലൈറ്റ്നിങ് കേബിൾ വരുന്നുണ്ട്. ലൈറ്റ്നിങ് കേബിളൊക്കെ എന്തിനാണ് വെച്ചേക്കണേ? പഴഞ്ഞ ഐഫോണിലൊക്കെ ആവശ്യമുള്ള സാധനമാണ്. ഇപ്പോൾ ആരും ഉപയോഗിക്കാനാണ് ഭയങ്കര റയറായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ. അതിൽ പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഒന്നും ഇല്ലല്ലോ. ഇതിൽ MRP വരുന്നത് നിങ്ങൾക്ക് കൂടെ കാണിക്കാം. ഞാൻ ഇതാണ് സംഭവം. MRP നിങ്ങൾക്ക് കൂടെ കാണുന്നതായിരിക്കും. 5,999 രൂപയാണ്. നിങ്ങൾക്ക് ഇതുപോലെ പവർ ബാങ്കുകളും അഡാപ്റ്ററൊക്കെ വാങ്ങിക്കുമ്പോഴേ നിങ്ങൾ BIS ചെക്കിങ് നോക്കണം. ബ്യൂറോ നമ്മുടെ ഇന്ത്യൻ്റെ സ്റ്റാൻഡേർഡ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടോ? അതായത് അവരുടെ BIS കെയർ അങ്ങനെ ഒരു ആപ്പ് ഉണ്ട്. അതിൽ നമുക്ക് ഇതിൻ്റെ സീരിയൽ നമ്പർ അടിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അത് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നത് രജിസ്റ്റേർഡ് ആണ്. അത് നോക്കിയിട്ട് മാത്രം വാങ്ങിക്കാമെന്ന് വെച്ചാൽ കുറേ പ്രൊഡക്ട്സ് ലോക്കൽ സാധനങ്ങൾ അവൈലബിൾ ആണ്. നിങ്ങളുടെ ബോർഡൊക്കെ അടിച്ചു പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതൽ. അങ്ങനത്തെ ലോക്കൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അഡാപ്റ്റേഴ്സും പവർ ബാങ്കും വാങ്ങിക്കുമ്പോൾ നല്ല സാധനം ലോക്കൽ സാധനം വാങ്ങിക്കാണ്ട് നല്ല ക്വാളിറ്റി സാധനം നോക്കി വാങ്ങിക്കുക. ഞാൻ ആക്ച്വലി ഇത് ബഡ്ജറ്റ് കാറ്റഗറി ആയതുകൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും റെക്കമെൻഡ് ചെയ്യില്ല. നമുക്ക് ബെൽക്കിൻ്റെയോ അല്ലെങ്കിൽ യൂഗ്രീൻ നല്ല ബ്രാൻഡാണ്. ചൈനീസ് ബ്രാൻഡാണെങ്കിലും നല്ല കിടിലൻ പ്രോഡക്ട്സ് അവരുടെ. കുറച്ച് വില കൂടുതലാണ്. ഇന്ത്യയിൽ പിന്നെ കുറച്ച് ഷോർട്ടേജുകളുണ്ട്. ചില മോഡൽസ് മാത്രമേ ഇന്ത്യയിലുള്ളൂ. അപ്പോൾ ഞാൻ ബഡ്ജറ്റ് കാറ്റഗറി ആയതുകൊണ്ടാണ് ഇത് റെക്കമെൻഡ് ചെയ്തത്. ഇതിന് 3,500 രൂപയാണ് ഞാൻ വാങ്ങിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ 3,999 രൂപ കൂടി. അപ്പോൾ 1 year വാറണ്ടി ഒക്കെ ഉണ്ട്. 65 വാട്ടിൻ്റെ ചാർജിങ് ഉള്ളതാണ്. ബോക്സിൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. കേബിളൊക്കെ ഇൻബിൽഡായിട്ട് വരുന്നത് തന്നെ ഈ സാധനം മാത്രമേ ഉള്ളൂ. ഇതാണ് സംഭവം. ഒരു കോമ്പാക്ട് സാധനം 20,000 അത്യാവശ്യം തടിയുണ്ട്. കുറച്ച് ഭയങ്കര വെയിറ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ബിൽഡ് ക്വാളിറ്റി ഒക്കെ ടോപ്പ് നോച്ചാണ്. മെറ്റൽ ബില്ലൊന്നും അല്ല, പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഇവിടെയാണ് ഡിസ്പ്ലേ വരുന്നത്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു കുണിയെടുക്കാനുള്ള ഒരു ടാഗ് ഉണ്ട്. പിന്നെ ഒരു പോർട്ട് നോക്കിയാണെങ്കിൽ നമുക്കൊരു ടൈപ്പ് സി പോർട്ടും ഉണ്ട്, ഒരു ടൈപ്പ് എ പോർട്ടും വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ കേബിൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. കണ്ടു, ഈ ഒരു കേബിൾ ടൈപ്പ് സിയുടെ പോർട്ട് കേബിൾ. ഇതൊരു 60 വാട്ട്. ഇതിൻ്റെ ഈ കേബിൾ പക്ഷേ വലിയ കാര്യമില്ല എന്ന് പറയാം. ഇത് ഊരെടുക്കാൻ പറ്റും, പക്ഷേ ഭയങ്കര ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് സെപ്പറേറ്റ് വേറൊരു ചാർജറിലേക്ക് ചാർജ് ചെയ്യായിരിക്കും നല്ലത്. പിന്നെ ഒരു ലൈറ്റ്നിങ് പോർട്ട് ഉണ്ടാവും, ഞാൻ കാണിച്ചിരുന്നില്ല. ഇതാണ് സംഭവം. ഇത് ഞാൻ വേണമെങ്കിൽ ചാർജിങ് കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ബട്ടണും ഉണ്ട്. അത് ഓണാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേ വരും. കണ്ടോ? അയ്യോ, തലയിരിഞ്ഞു പോയി. ഡിസ്പ്ലേ വരും. കണ്ടോ? നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കും, വോൾട്ടേജ് കാണിക്കും, ആംബിയറും കാണിക്കും. അപ്പോൾ വോൾട്ടേജും ആംബിയറും മിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്ടേജ് എത്ര വാട്ടിലാണ് ചാർജ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അതിനായിട്ട് ഡയറക്റ്റ് വാട്ടേജ് കഴിഞ്ഞാൽ മതി. അതവർ എന്താണാവോ അങ്ങനത്തെ കുറേ ഇത് കുറേയൊക്കെ മിക്കവാറും ഒരു മെയിനായിട്ടൊരു OEM ഉണ്ടായിരിക്കും. അതായത് മെയിനായിട്ടൊരു മാനുഫാക്ചർ ഉണ്ട്. ഇത് മാനുഫാക്ചർ ഇൻ ഇന്ത്യ കേട്ടോ, ചൈനയിൽ നിന്നല്ലേ. അപ്പോൾ ഞാൻ ഇത് ഡയറക്റ്റ്ലി നമ്മുടെ ഫോണിലൊക്കെ കുത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ എൻ്റെ പേര് ഞാൻ ഒരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്നിക്കൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഹൈപ്പ് അടിക്കാൻ മറക്കണ്ട. കുറേ പേര് ചെയ്യുന്നില്ല. ഇപ്പോൾ ലൈക്കിനായിട്ട് ഇമ്പോർട്ടൻറ്റ് ഹൈപ്പാണല്ലോ. ഹൈപ്പ് അടിക്കാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ചു തന്നാൽ നമ്മുടെ അഗേരോൻ്റെ പവർ ബാങ്ക്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. ഇതിൽ നമുക്ക് ഡിസ്പ്ലേ ഉണ്ട്. നമുക്ക് ഒരു ബട്ടൺ ഉണ്ട്. ഇതും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ ഓൺ ആവും. അപ്പോൾ നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കും, വോൾട്ടേജ് കാണിക്കും, ആംബിയർ കാണിക്കും. അപ്പോൾ ഇത് നമുക്ക് രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടേജ് കിട്ടും, എത്ര വാട്ടിൽ ചാർജ് ആവുന്നുണ്ടെന്ന്. 65 വാട്ട് വരെയാണ് ചാർജിങ് സപ്പോർട്ട് വരുന്നത്. ഇതിൻ്റെ ബിൽഡിൻ കേബിളേ അത്ര വലിയ ക്വാളിറ്റി ഇല്ലാത്ത കേബിളാണ്. അപ്പോൾ ഇത് കുത്തുമ്പോൾ നമുക്ക് ഫുൾ ചാർജിങ് കിട്ടുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് എന്താ പറയുക, BIS സർട്ടിഫൈഡ് ആണ്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സാംസങ്ങിൽ ആദ്യം കുത്തി വെക്കാം. സാംസങ്ങിൻ്റെ നിങ്ങൾക്ക് അറിയില്ല, സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുന്നത് 2.0 ആണ്. അത് കിട്ടണമെന്ന് നോക്കി വെക്കാം. നമുക്ക് സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് മാത്രമേ കിട്ടുന്നുള്ളൂ. സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 2.0 കിട്ടുന്നില്ല. ഇത് മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഇത് കേബിളിൻ്റെ പ്രശ്നമാണ് കേട്ടോ. ഞാൻ ഒരു സെപ്പറേറ്റ് ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ളൊരു കേബിൾ കാണിച്ചിട്ട് 100 വാട്ട് സപ്പോർട്ടുള്ള GMൻ്റെ ഒരു കേബിളാണ്. നമുക്ക് എന്താ പറയുക, ഡിസ്പ്ലേ വരുന്ന മോഡൽ. അപ്പോൾ ഇതിൽ ഞാൻ ടൈപ്പ് സി പോർട്ടിൽ കുത്തി, നിങ്ങൾക്ക് ഇവിടെ കുത്തി ഞാൻ കാണിച്ചു തരാം കേട്ടോ.
ഇതാ കണ്ടു, സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 2 കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ വോൾട്ടേജും കാണിക്കും. 45 വാട്ടാണല്ലോ നമ്മുടെ സാംസങ്ങിൻ്റെ സപ്പോർട്ട്. അപ്പോൾ അതുപോലെ തന്നെ PD ചാർജിങ് എല്ലാം സപ്പോർട്ട് വരുന്നുണ്ട്, PPS ചാർജിങ്ങും വരുന്നുണ്ട്. വിവോൻ്റെ ചാർജിങ് കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിവോൻ്റെ ചാർജിങ് ഫുൾ ചാർജിങ് ഒന്നും കിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് നോക്കി നമ്മുടെ വിവോയുടെ X300 ആണ്. ഇത് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒപ്പോൻ്റെ ആണല്ലോ. ഒപ്പോൻ്റെ കുഴപ്പമില്ല, നമുക്ക് നോർമൽ ചാർജിങ് കിട്ടുന്നുള്ളൂ. ഓൾറെഡി 100% ഉണ്ട്. അപ്പോൾ പിന്നെ ഇത് എന്തായാലും ഇത് വിവോൻ്റെ ഫുൾ ചാർജ് ഒന്നും കാരണം കിട്ടില്ല. 33 വാട്ടാണ് നമുക്ക് വിവോൻ്റെ ഫോണുകൾ PD ചാർജിങ് സപ്പോർട്ട് വരുന്നത്. 33 വാട്ട് കിട്ടും. ഇപ്പോൾ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒപ്പോൻ്റെ 5X9 സീരീസില്ല. അപ്പോൾ അതിൽ നമുക്ക് ഓൾമോസ്റ്റ് 55 വാട്ട് PD ചാർജിങ് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ലാപ്ടോപ്പുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക്, ഞാൻ പറയുകയാണെങ്കിൽ ഇത് സെപ്പറേറ്റ് വേറെ ഇതുപോലെ ഇതൊരു GMൻ്റെ ഒരു കേബിളാണ്. GMൻ്റെ ഒരു 100 വാട്ടിൻ്റെ ഒരു ഡിസ്പ്ലേ വരുന്ന മോഡലായിട്ടുള്ള കേബിളാണ്. ഞാൻ ഇത് 2-3 ഉപയോഗിക്കുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത 499 രൂപയ്ക്ക് വരുന്നുള്ളൂ. ഞാനിപ്പോൾ നമ്മുടെ മോട്ടോ ബുക്കാണ്. അപ്പോൾ ഇതിൽ ഞാൻ കുത്തി കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ചാർജ് എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഞാനിതിവിടെ കുത്തി, ഇവിടെ ഓണായി, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് എനിക്ക് തോന്നാൻ ഫുള്ളാണെന്നുണ്ട് ബാറ്ററി. ഇതിപ്പോൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും 61 കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് 20 വാട്ട് ഇൻറ്റു 3 ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത്രയും വാട്ടിൽ ചാർജ് ആവുന്നുണ്ട് കേട്ടോ. ഇതിൽ ഒന്നാമത് ഇത് എനിക്ക് 90% മുകളിൽ ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. ബാറ്ററി ഞാൻ ഓൾറെഡി ചാർജിങ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് PD ചാർജിങ് സപ്പോർട്ടുള്ള എല്ലാ ലാപ്ടോപ്പും ഇതൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ റീസെൻ്റ്ലി വേണ്ട ലാപ്ടോപ്പ് ഒരെണ്ണം വാങ്ങിച്ചു നോക്കിയിരുന്നു. വാങ്ങിച്ച് നമ്മൾ വീഡിയോ ഇട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. നമ്മൾ സെൽ ഔട്ട് ചെയ്യുക റീസെൻ്റ്ലി ഇപ്പോൾ പെട്ടെന്ന് തന്നെ സെൽ ഔട്ട് ചെയ്തിട്ടാണ്. ഇൻട്രസ്റ്റുള്ളവർ പെട്ടെന്ന് കയറി ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റുള്ള പറയാൻ മറക്കണം, അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യുമോ, അത് നമ്മൾ സെപ്പറേറ്റ് വേറെ വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഒരു ലാപ്ടോപ്പ് പ്ലസ് സ്മാർട്ട് ഫോൺ 65 വാട്ട് ചാർജിങ് ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിൽ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം നോക്കാം. 3500 തൊട്ട് 3900 രൂപയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ഞാൻ വാങ്ങിച്ചപ്പോൾ 3500 ആയിരുന്നു. ഇപ്പോൾ പക്ഷേ പ്രൈസ് കുറച്ച് കൂടി ആമസോണിലുണ്ട്. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ഫ്ലിപ്കാർട്ടിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഫ്ലിപ്കാർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് വയ്ക്കാം. ബിൽഡ് ക്വാളിറ്റിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി സംഭവമൊന്നും വലിയ കുഴപ്പമില്ല, ആവറേജ് എന്ന് പറയാം. മെറ്റൽ ബിൽഡൊന്നും അല്ല കേട്ടോ, പക്ഷേ വലിയ കുഴപ്പമില്ലാത്ത ബിൽഡ് ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കേബിൾ ഊരാൻ പറ്റും കേട്ടോ. ഇത് ഇൻബിൽഡ് വന്നിരിക്കുന്ന ഇവിടെ ഊരാൻ പറ്റും. പക്ഷേ ഫാസ്റ്റ് ചാർജിങ് കപ്പബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് വേറൊരു കേബിൾ യൂസ് ചെയ്യായിരിക്കും നല്ലത്. അതാണ് എനിക്ക് ഇതിന് മെയിൻ ഒരു കോണായിട്ട് തോന്നിയത്. അല്ലാണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. 1 ഇയർ വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഇന്ത്യൻ ബ്രാൻഡുകളൊക്കെ 6 മാസമൊക്കെ കൊടുക്കുന്നുള്ളൂ. ഒരു 1 ഇയർ കൊടുക്കുന്നുണ്ട്. അഗാറോൻ്റെ പിന്നെ വലിയ കുഴപ്പമില്ലാത്ത സപ്പോർട്ടാണ്. ഭയങ്കര ഇടിയോട്ടൊന്നും പറയാൻ പറ്റില്ല. മെയ്ഡ് ഇൻ ഇന്ത്യ സാധനം തന്നെയാണ്. അല്ലാണ്ട് മെയ്ഡ് ഇൻ ചൈന അല്ല, മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അഗാറോൻ്റെ 20,000 mAh 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ പവർ ബാങ്ക്. അപ്പോൾ അതിൻ്റെ പിതാലോ അടുത്ത് കാണാം.